Hello my dear friends, welcome to SciPro. നമുക്ക് അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിൻ്റെ PYQ നോക്കാം. അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ്. നമുക്ക് അത്യാവശ്യം ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നല്ലതായിരുന്നു. ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കിനി വരുന്ന AS-ന് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കുറച്ചും കൂടി നമ്മൾ പഠിക്കേണ്ടി വരും. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് അതിലൊത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റ് അതിലൊത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലേ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതിന് മുമ്പ് പഠിക്കണം അല്ലേ. അതിന് മുമ്പ് എന്താണ് അല്ലേ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ഓക്കെ ആക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് PYQ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയായിരിക്കും, ഏതൊക്കെ ടോപ്പിക്കായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും നമുക്ക് കൺഫ്യൂഷനായിരിക്കും. ഒന്ന്, ഇത് കറക്റ്റാണോ ആൻസർ വരുന്നത്, അതോ നെഗറ്റീവ് ആൻസർ ആണോ ഇതിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ടർ ഫങ്ഷൻ ആസ് എ ബേസ് ഇൻ റിയാക്ഷൻ വിത്ത് ആസിഡ്. ഇത് കറക്റ്റാണോ? കറക്റ്റാണ് അല്ലേ. എന്താണ് ആസിഡ്? എന്താണ് ആസിഡ് എന്ന് പറയുന്നത്? അവരെന്താണ് കൊടുക്കുന്നത്? ഗീവ്സ് H+ അല്ലേ, ഗീവ്സ് H+. ബേസ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് അക്സെപ്റ്റ് H+ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം വാട്ടർ ഫങ്ഷൻ ആസ് എ ബേസ് ഇൻ റിയാക്ഷൻ വിത്ത് ആസിഡ്. അത് കറക്റ്റാണ്. ഇനി വാട്ടർ ഫങ്ഷൻസ് ആസ് ആൻ ആസിഡ് ഇൻ റിയാക്ഷൻ വിത്ത് ആസിഡ്, അത് ശരിയാണോ? അല്ല, തെറ്റാണ്. ഫസ്റ്റത്തെ സെൻറ്റൻസ് തന്നെ ശരിയാക്കിയപ്പോഴത്തേക്ക് നമുക്കറിയാം സെക്കൻഡ് തെറ്റാണ് അല്ലേ. ഇനി വാട്ടർ ഈസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്, വെരി വീക്ക് ഇലക്ട്രോലൈറ്റ്, അതും കറക്റ്റാണ്. ഓക്കെ, ഇനി വാട്ടർ ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ദെയർഫോർ എ ഗുഡ് കണ്ടക്ടർ, ആണോ? അല്ല, അത് നമുക്കത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ആൻസർ വന്നേക്കുന്നത്? 1 and 3. ഓക്കെ, അപ്പോൾ ബോത്ത് 1 and 3 ആർ കറക്റ്റ്. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ചിലപ്പോൾ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ വിചാരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒഴിവാക്കാം. ഇപ്പോൾ നമുക്ക് പറയുകയാണ്, നമുക്ക് ലാസ്റ്റത്തെ വാട്ടർ ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏതൊക്കെ റോങ് ആക്കാം? 4 അല്ലേ, ഇത് രണ്ടും റോങ് ആക്കാം. പിന്നെ A ആണോ B ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, 1 കറക്റ്റാണ്, അത് A ഇപ്പോൾ നമുക്ക് ശരിയാണ് അല്ലേ. അപ്പോൾ B നോക്കുമ്പോഴത്തേക്കും 1ഉം 3യും കറക്റ്റാണ്, 3യും കറക്റ്റാണ്. അപ്പോൾ ശരിക്കുള്ള ആൻസർ ഏതാണ്? B. ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് ക്യാൻസലിങ് അങ്ങനെ ചെയ്താണെങ്കിലും ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ പോലെയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഈസി ആയിട്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഫസ്റ്റ് ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡ് കെയിം ഇൻ ടു വൈഡ് കൊമേഴ്ഷ്യൽ യൂസ് ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ? വേൾഡ് വാറിൻ്റെ സമയത്ത് വന്നത് ഏതാണ്? സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് വന്ന വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുറിഡാൻ, കാർബോഫ്യൂറൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ക്ലോറിനേറ്റഡ് അല്ല. ഇവർ രണ്ടുപേരും എന്താണ്? സെയിം ആൾക്കാർ തന്നെയാണ്. കാർബാമേറ്റാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്താണ് അല്ലേ. പൊളിറ്റൻസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇവർ രണ്ടുപേരും കാർബാമേറ്റാണ്. ഫുറിഡാൻ്റെ ട്രേഡ് നെയിമാണ് കാർബോഫ്യൂറൻ നമ്മൾ പറയുന്നത്, കാർബോഫ്യൂറൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻഡോസൾഫാനും അതുപോലെ തന്നെ DDTയും രണ്ടും എന്താണ്? ക്ലോറിനേറ്റഡ് ഓർഗാനിക് ഇൻസെക്ടിസൈഡാണ് അല്ലേ. പക്ഷേ നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്തത് ഏതാണ്? DDT ആണ്. ഓക്കെ, അതായത് ഇൻസെക്ടിസൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് അല്ലേ. നമുക്ക് ആർത്രോപോഡ് ബോൺ ഇൻഫെക്ഷനിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് യൂസ് ചെയ്തതാണ് DDT. ഓക്കെ, DDT എന്ന് പറയുന്നത് എന്താണ്? ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് DDT ആണ്. ഓക്കെ, അപ്പോൾ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് 1950-ലൊക്കെയാണ് അത് വന്നത്. ഓക്കെ, എൻഡോസൾഫാൻ. ഇനി അതുപോലെ തന്നെ വിയറ്റ്നാം വാറിൽ ഏതാ യൂസ് ചെയ്തത്? 2,4-D. അതൊക്കെ പഠിച്ചോളണം.
അതായത് നമ്മുടെ ഏജൻറ്റ് ഓറഞ്ച് അല്ലേ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ലിപ്പിഡ് ആർ കറക്റ്റ് നമുക്ക് നോക്കാം അല്ലേ. ലിപ്പിഡ് ആർ സൊല്യൂബിൾ ഇൻ അസറ്റോൺ ആണോ? ശരിയാണ് അതിൻ്റെ ആൻസർ അല്ലേ. ലിപ്പിഡ് ആർ സൊല്യൂബിൾ ഇൻ അസറ്റോൺ. ഇനി നമുക്ക് നോക്കാം, ഈസി ആയിട്ടുള്ളതൊക്കെ നോക്കാം അല്ലേ. ലിപ്പിഡ് ആർ നോട്ട് എസ്റ്റേഴ്സ്, അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല. ലിപ്പിഡ് എന്ന് പറയുന്നത് എസ്റ്റേഴ്സ് ആണ്. എന്തിൻ്റെയാണ്? ലിപ്പിഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് എന്തിൻ്റെയൊക്കെയാണ്? ആൽക്കഹോൾ, അതായത് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് അല്ലേ. നമുക്ക് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ലിപ്പിഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബി ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. സി തെറ്റാണ്. ഓൺ ആൽക്കലൈൻ ഹൈഡ്രോളൈസിസ് ലിപ്പിഡ് ഈൽഡ് ആൽക്കഹോൾ, കറക്റ്റാണ് അല്ലേ. അമിനോ ആസിഡ് എങ്ങനെയാണ് വരുന്നത്? അല്ലല്ലോ. എന്തൊക്കെയായിരുന്നു തരേണ്ടത്? ആൽക്കഹോൾ ആൻഡ് ഫാറ്റി ആസിഡ്, അതായത് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. അതാണെങ്കിൽ കറക്റ്റായതിനെ, പക്ഷേ ഇവിടെ അമിനോ ആസിഡ് എന്നാണ് എഴുതിയേക്കണം. അപ്പോൾ നമ്മൾ പകുതി വായിച്ചിട്ടൊക്കെ എഴുതി പോയി കഴിഞ്ഞാൽ അമിനോ ആസിഡ് കണ്ടില്ലെങ്കിൽ ആൻസർ പോയി അല്ലേ. അപ്പോൾ നമുക്ക് ഇതും തെറ്റാണ്. ഇനി ലിപ്പിഡ് ട്രൈ ഒലീൻ കണ്ടൈൻസ് ഫാറ്റി ആസിഡ് ആൻഡ് പാൽമറ്റിക് ആസിഡ്. ഓക്കെ, അങ്ങനെയാണ് പാൽമറ്റിക് ആസിഡ് വരുന്നത്. എന്ത് ആസിഡാണ് ഇവിടെ വരേണ്ടത്? ഒലീക് ആസിഡ് അല്ലേ വരേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആ സെൻറ്റൻസും തെറ്റാണ്. ട്രൈ ഒലീൻ എന്ന് പറയുന്നത് അതിലെന്തൊക്കെയാണ് ഉള്ളത്? ട്രൈ ഒലീൻ എന്ന് പറയുന്നത് അതിൽ ഗ്ലിസറോൾ ആൻഡ് ഒലീക് ആസിഡാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാറ്റി ആസിഡ് ആൻഡ് പാൽമറ്റിക് ആസിഡ് എന്ന് ഇട്ടേക്കുന്നത്. പാൽമറ്റിക് ആസിഡ് ഇല്ല, ഒലീക് ആസിഡാണ് അവിടെ ഫാറ്റി ആസിഡായിട്ട് വരുന്നത്. ഗ്ലിസറോളും ഒലീക് ആസിഡുമാണ് ട്രൈ ഒലീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മുടെ തെറ്റായി. അപ്പോൾ ആൻസർ ഏതാണ്? ലിപ്പിഡ് ആർ സൊല്യൂബിൾ ഇൻ അസറ്റോൺ. അത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ജസ്റ്റ് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കിവിടെ ഏത് ഓർഗനൈസേഷനാണ് ഇവിടെ വന്നേക്കുന്നത് അല്ലേ. ആരാണ് ഡെവലപ്പ് ചെയ്തത്? എന്ത്? എ സിസ്റ്റം ഓഫ് ക്ലാസിഫൈങ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. ഓക്കെ, ദാറ്റ് റേഞ്ചസ് ഫ്രം മിനിമൽ ടു ഇൻറ്റൻസീവ് യൂസ് ഓഫ് ദ ഹാബിറ്റാറ്റ് ബൈ ഹ്യൂമൻസ്. ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. ഏതാണ്? നമ്മുടെ IUCN. എന്താണ് IUCN എന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് നമുക്കറിയാം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലാൻഡാണ്. കുറേ കാര്യങ്ങൾ എൻവയോൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാണ്ട് സിലബസിലുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചിലപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ളത് GK പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ പഠിക്കണം. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനും ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് എൻവിസ് എന്ന് പറയുന്നത്? എൻവയോൺമെൻറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. CITES എന്ന് പറയുന്നത് എന്താണ്? കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ്. സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ, രണ്ട്. ഓക്കെ, പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ അങ്ങനെയുള്ള അല്ലേ. നമുക്ക് അതിൻ്റെ ട്രേഡ് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അതിന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തോളണം അല്ലേ. അപ്പോൾ എൻഡേഞ്ചർഡ് സ്പീഷീസ് ആണ്, അവർ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് നമ്മുടെ CITES. ഇനി WWF എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ. ഇതൊക്കെ നമ്മൾ ഒത്തിരി ഓരോ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കേണ്ടതാണ് കേട്ടോ. എന്തായാലും ക്വസ്റ്റ്യൻ വരും അതിൽ നിന്ന്. ഇനി അടുത്തത്, ഫ്രം ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ ഡിസീസ് കോസ്ഡ് ഡ്യൂ ടു ഈറ്റിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് ക്യാൻഡ് ഓർ സ്മോക്ഡ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഫുഡിൽ നിന്ന് വരുന്നത് ഏതാണെന്ന് ആദ്യം തന്നെ നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ്. ബോട്ടിലിസമാണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാൻസലിങ് രീതിയാണെങ്കിലോ ചിലതിൽ നമുക്ക് കാണുമ്പോഴേ അറിയാം. അപ്പോൾ പിന്നെ ക്യാൻസലിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ടെറ്റനസ് എന്ന് പറയുന്നത് എന്താണ്? വൂണ്ടിക്കൂടി വരുന്നതാണ് അല്ലേ. ആരാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഇനി ഡിഫ്തീരിയ എന്ന് പറയുന്നത് എന്താണ്? ചുമ അല്ലേ. നമ്മുടെ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് ആരാണ്? കൊറിനെ ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് അത് വരുത്തുന്നത്. ഇനി സിഫിലിസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ട്രീപ്പോനീമ പാലിഡോ ആണ് ആ ഒരു ഡിസീസ് വരുത്തുന്നത് അല്ലേ, സിഫിലിസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫുഡായിട്ട് റിലേറ്റ് ചെയ്തതാണോ? അല്ല.
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻഫെക്റ്റഡ് അല്ലേ, ക്യാൻഡ് അല്ലെങ്കിൽ സ്മോക്ഡ് ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് വരുന്ന അസുഖം എന്താണ്? ബോട്ടുലിസം അല്ലേ, നമ്മുടെ ന്യൂറോടോക്സിൻ കയറുന്നത് കൊണ്ട് നമ്മുടെ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനുമാണ് ഇവിടെ വരുന്ന ഓർഗാനിസം. അപ്പോൾ ക്ലോസ്ട്രീഡിയം ബോട്ടുലിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്, പാത്തോജനാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇൻസിറ്റു ബയോ റെമിഡിയേഷൻ മീൻസ്, അതായത് ഇൻസിറ്റു ബയോ റെമിഡിയേഷൻ എന്ന് പറയുന്നത്, ബയോ റെമിഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലുമൊക്കെ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതവിടെ തന്നെ അത് ക്ലീൻ ചെയ്യുകയാണ്. അത് രണ്ട് രീതിയിലുണ്ട്. അതേ സൈഡിൽ തന്നെ നമ്മൾ ബയോ റെമിഡിയേഷൻ കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ അതിനെ ഇൻസിറ്റു അത് തന്നെ. ഇനി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടാണ് നമ്മൾ ബയോ റെമിഡിയേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സൈറ്റു എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ് ഓഫ് നാച്ചുറൽ പ്ലാൻ ഫോർ എൻവയോൺമെൻറ്റൽ ക്ലീനപ്പ് ആണോ? അല്ല. പ്ലാന്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറയാം? അത് ഫൈറ്റോ റെമിഡിയേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് പറയും. ഓക്കെ, ഫൈറ്റോ റെമിഡിയേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് നമുക്ക് വേണ്ട. ഓക്കെ, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ, നമുക്ക് കുറേ പഠിക്കാനുണ്ട്. അടുത്ത ഓപ്ഷൻ നോക്കാം. ദ റിമൂവൽ ഓഫ് ഓയിൽ കണ്ടാമിനൻറ്റ് നാച്ചുറലി ഫ്രം ദ സോയിൽ. ഓക്കെ, നാച്ചുറലി കറക്റ്റാണ്. ബൈ ആഡിങ് ഇനഫ് ന്യൂട്രിയൻ ടു സോയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റാണ്. നമ്മൾ ന്യൂട്രിയൻ്റ് ആഡ് ചെയ്യുന്നു, ആ സോയിലുള്ള ആളുകളെ കൊണ്ട് തന്നെ നമ്മൾ അവിടെ ബയോ റെമിഡിയേഷൻ ചെയ്യുന്നു അല്ലേ, ഓയിൽ കണ്ടാമിനൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്, ഇൻസിറ്റു ബയോ റെമിഡിയേഷൻ. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നോക്കിയേ, ദ പൈലിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഓയിൽ സ്ലഡ്ജ് ഓൺ എ ഫ്ലാറ്റ് ലാൻഡ്. ഓക്കെ, ടു ഡീഗ്രേഡ് ഓയിൽ വേസ്റ്റ് ബൈ മൈക്രോബ്സ് എക്സിസ്റ്റിംഗ് ഇൻ ദ സ്ലഡ്ജ്. ഇവിടെ നമ്മളെ കുറച്ച് ഇവർ കൺഫ്യൂസിങ് ആക്കും കണ്ടോ. മൈക്രോബ്സ് എക്സിസ്റ്റിംഗ് ഇൻ ദ സ്ലഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണത്? ഇൻസിറ്റു തന്നെയാണ്, അതിൽ തന്നെ ഉള്ളതാണ് അല്ലേ. പക്ഷേ ഇവിടെ ഒരു ഫ്ലാറ്റ് ലാൻഡ് കണ്ടോ, വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? എക്സിറ്റു ആണ്. ഓക്കെ, ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ബി. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കുറച്ച് നമുക്ക് പഠിക്കണം, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. റീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലൊത്തിരി അത്യാവശ്യമാണ്. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി യുട്രോഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. യുട്രോഫിക്കേഷൻ എപ്പോഴും വരും. യുട്രോഫിക്കേഷൻ ഇൻ അക്വാറ്റിക് സിസ്റ്റം ഈസ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് എന്താണ്? ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? നമുക്കറിയാം, നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ്. ഇവർ രണ്ടുപേരും കാരണമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ന്യൂട്രിയൻ്റ് കൂടുന്നു. അപ്പോൾ എക്സസീവ് എൻറിച്ച്മെൻറ്റ് ഓഫ് എന്തിൻ്റെയാണ്? നൈട്രേറ്റ് ആൻഡ് ഫോസ്ഫേറ്റ് അല്ലേ. അപ്പോൾ ന്യൂട്രിയൻ്റ് വാട്ടർ ബോഡിയിൽ കൂടുമ്പോഴത്തേക്കും എന്താകും? അവിടെ ആൽഗൽ ബ്ലൂം ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യുട്രോഫിക്കേഷൻ. അപ്പോൾ എന്ത് പറ്റും? സൺലൈറ്റ് കുറയും അല്ലേ. ഡീപ്പർ ഏരിയയിട്ടൊക്കെ സൺലൈറ്റ് വരില്ല. കാരണം എന്താണ്? ആൽഗൽ ബ്ലൂം ഉണ്ട് മുകളിൽ. അങ്ങനെ ഓക്സിജൻ കുറയും അല്ലേ, ഓക്സിജൻ കുറയും. അപ്പോൾ യുട്രോഫിക്കേഷൻ നല്ലതല്ല. ഓക്കെ, അപ്പോൾ അഗ്രികൾച്ചർ വേസ്റ്റ് വാട്ടറൊക്കെ ഉണ്ടല്ലോ, റൺ ഓഫ് വാട്ടർ, അതിലൊക്കെ കൂടിയാണ് നൈട്രേറ്റും ഫോസ്ഫേറ്റൊക്കെ മെയിനായിട്ട് നമ്മുടെ വാട്ടർ ബോഡിയിൽ എത്തുന്നത്. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈ ദ ബാക്ടീരിയം ചീഫ്ലി റെസ്പോൺസിബിൾ ഫോർ ലീച്ചിങ് ഓഫ് മെറ്റൽ സൾഫൈഡ്. ആരാണിത്? തയോബാസിലസ് ഫെറോ ഓക്സിഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ പല സ്പീഷീസ് ഉണ്ട്, പല കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് എഴുതാം, തയോബാസിലസ് ഫെറോ ഓക്സിഡൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ആവശ്യമില്ലാത്ത ആൾക്കാരെ എടുക്കാം. ഹെപ്റ്റോസ് ഈസ് എ പോളിസാക്കറൈഡ് ആണോ? ഹെപ്റ്റോസ് ഈസ് എ പോളിസാക്കറൈഡ് ആണോ? അല്ല. ഇതിന് എത്രയുണ്ട്? 7 ആണ് ഉള്ളത് അല്ലേ. അതായത് നമ്മൾ ഒളിഗോസാക്കറൈഡ് എന്ന് പറയുന്നത് എത്രയാണത്? നമ്മൾ പറയും 2 to 10 ആണ് അല്ലേ. അപ്പോൾ ഹെപ്റ്റോസ് എന്ന് പറയുന്നത് 7 ആണ്. അതെങ്ങനെയാണ് പോളിസാക്കറൈഡ് ആവുന്നത്? ഒളിഗോസാക്കറൈഡ് തന്നെയാണ്. അത് നമ്മൾ തെറ്റി. ഗാലക്ടോസ് ഈസ് ദ പ്രീകർസർ ഫോർ ദ സിന്തസിസ് ഓഫ് റൈബോസ്. അത് കറക്റ്റാണോ? അല്ല. നമ്മൾ റൈബോസ് ഉണ്ടാക്കുന്നത് നമ്മുടെ പെൻറ്റോസ് ഫോസ്ഫേറ്റ് പാത്വേയിൽ കൂടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിൽ നിന്ന് അങ്ങനെ പിന്നെ കുറേ പാത്വേ അല്ലേ, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് റൈബോസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഗാലക്ടോസ് അല്ല അവിടെ. ഇനി ഇനുലിൻ ഈസ് എ ഫ്രക്ടോസ് പോളിമർ ആണോ? അതെ, ഇനുലിൻ ഒരു ഫ്രക്ടോസ് പോളിമറാണ് അല്ലേ. ഇനുലിൻ എന്ന് പറയുന്നത് ഫ്രക്ടോസ് പോളിമറാണ്. ഇനി ഇതേ ഒളിഗോസാക്കറൈഡ്സ് ആർ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഓഫ് മോർ ദാൻ 10 മോണോസാക്കറൈഡ് ആണോ? അല്ല. അതെന്താണ്? അത് തെറ്റാണ് അല്ലേ.
നമുക്ക് മോർ ദാൻ 10 എന്ന് പറയുന്നത് ആരാണ്? പോളിസാക്കറൈഡ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമുക്കിപ്പോൾ എയും ഡി ഒക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്, അല്ലേ? അത് നമ്മൾ കറക്റ്റായിട്ട് അറിയണം. ഇപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഗിബ്സ് ഫ്രീ എനർജി ഫോർമുല. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്, അല്ലേ? ഇത് വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, നമുക്കറിയാം. ഇനി വേറെ എന്തെങ്കിലും ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എന്നൊക്കെ കൊടുത്തേച്ചെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നാണ്, അല്ലേ? ചില ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. സൈപ്രോയുടെ ക്ലാസ് അവൈലബിൾ ആണ്, അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ JSAയുടെയും ക്ലാസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെങ്കിൽ ജോയിൻ ചെയ്യാം. 9048900224 കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.